നമസ്കാരം. സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ പെൺമക്കളുടെ കല്യാണത്തിനും ചികിത്സയ്ക്കുമായി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം മുഴുവൻ കൊള്ളയടിച്ച കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ സിപിഎമ്മിന്റെ പ്രമുഖ നേതാക്കൾ നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട സിപിഎമ്മിന്റെ മുൻനിര നേതാക്കളായ AC മൊയ്തീൻ, കെ രാധാകൃഷ്ണൻ, MM വർഗീസ് അടക്കമുള്ളവർ ഇതാ കൊച്ചി കലൂർ PMLA കോടതിയിൽ നേരിട്ട് ഹാജരായിരിക്കുന്നു. ചെയ്തുകൂട്ടിയ പാപഭാരങ്ങൾ പേറിക്കൊണ്ട് നിയമത്തിന് മുന്നിൽ മറുപടിയില്ലാതെ കോടതി വരാന്തകൾ കയറിയിറങ്ങിക്കൊണ്ട് അവരങ്ങനെ നീങ്ങുകയാണ്. പണം നഷ്ടപ്പെട്ട പാവപ്പെട്ട നിക്ഷേപകരിൽ പലരും ഇന്ന് ജീവൻ ഒടുക്കുകയോ ചികിത്സ കിട്ടാതെ മരിക്കുകയോ ചെയ്തിട്ടുണ്ട്. പോയവർക്ക് പോയി, അല്ലാതെ എന്തുണ്ടാകാനാണ്? എന്നാൽ ആ പാവങ്ങളുടെ കണ്ണീരിന്റെ ഫലം ഈ നേതാക്കളെ ഇപ്പോൾ കോടതി തിണ്ണകളിൽ എത്തിച്ചിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച രണ്ടാമത്തെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതായി വന്നിരിക്കുന്നത്. 2012-13 കാലഘട്ടത്തിലാണ് കരുവന്നൂർ ബാങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വൻ ക്രമക്കേടുകൾക്ക് തുടക്കം കുറിക്കുന്നത്. കേവലം ഒരു ബാങ്ക് ഭരണസമിതി മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ബാങ്കിനെ പൂർണ്ണമായി നിയന്ത്രിക്കാനും കൊള്ളയടിക്കാനും വേണ്ടി CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ സബ് കമ്മിറ്റി നേരിട്ട് ഇടപെട്ടതുകൊണ്ടാണ് പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾക്കും ബിനാമികൾക്കും കോടികളുടെ വഴിവിട്ട ലോണുകൾ അനുവദിച്ചു കൊടുത്തത്. എന്നാൽ പിന്നീട് ഇവർ ഈ പണം ഒന്നുപോലും തിരിച്ചടച്ചില്ല. ബാങ്കിലെ പണം മുഴുവൻ നേതാക്കളും ബിനാമികളും ചേർന്ന് മുക്കിയതോടെ സാധാരണക്കാരായ നിക്ഷേപകർക്ക് തങ്ങൾ ചോര നീരൊഴുക്കി ഉണ്ടാക്കിയ പണം തിരികെ ലഭിക്കാത്ത അതീവ ദയനീയമായ സാഹചര്യം ഉണ്ടായി എന്ന് ED കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സബ് കമ്മിറ്റിക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ഇതിന് നിർദ്ദേശം നൽകിയതും പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തന്നെയാണ് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി ഇതിലും വലിയ നാണക്കേട് എന്താണെന്ന് വെച്ചാൽ, നിക്ഷേപകരുടെ പണം തട്ടാൻ സഹായിച്ചതിന് വാങ്ങി കമ്മീഷൻ പണം കൊണ്ടാണ് CPM പാർട്ടി ഓഫീസ് പണിതത്. 2017 പുറത്തശ്ശേരി പാർട്ടി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ നേതാക്കൾ തീരുമാനിച്ചിരുന്നു. ഇതിനായി കരുവന്നൂർ സഹകരണ ബാങ്കിൽ പ്രത്യേക രഹസ്യ അക്കൗണ്ടുകൾ തുടങ്ങി. വഴിവിട്ട രീതിയിൽ ലോൺ അനുവദിച്ചവരിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപ ഈ അക്കൗണ്ടുകളിലേക്കാണ് നേരിട്ട് നിക്ഷേപിച്ചത്. ഈ കള്ളപ്പണം ഉപയോഗിച്ചാണ് CPM ഓഫീസ് കെട്ടിടം നിർമ്മിച്ചതെന്ന് ED കൃത്യമായ രേഖകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. AC മൊയ്തീൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ബാങ്കിൽ നിന്നും ഇത്തരത്തിൽ വഴിവിട്ട ലോണുകൾ അനുവദിക്കാൻ നിർദ്ദേശം നൽകിയതും അതിനായി സബ് കമ്മിറ്റിയെ നിയോഗിച്ചതും. പിന്നീട് കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വന്നപ്പോഴാണ് ബാങ്കിൽ പ്രത്യേക അക്കൗണ്ടുകൾ തുടങ്ങിയും കമ്മീഷൻ പണം അങ്ങോട്ട് എത്തിക്കുകയും ചെയ്തത്. അതിനുശേഷം MM വർഗീസ് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഈ കമ്മീഷൻ പണം ഉപയോഗിച്ച് ഓഫീസിനായി സ്ഥലം വാങ്ങുകയും കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തതെന്നാണ് EDയുടെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഈ 3 പ്രമുഖ നേതാക്കളും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ പ്രതിപട്ടികയിൽ കൃത്യമായി ഉൾപ്പെട്ടത്. ചുരുക്കത്തിൽ ജനങ്ങളുടെ പണം കവർന്ന് പാർട്ടി വളർത്തിയ CPMന്റെ നെറുകെട്ട കളി ഇനി നിയമത്തിന് മുന്നിൽ വിലപ്പോവില്ല. പാവപ്പെട്ട നിക്ഷേപകരെ പട്ടിണിക്കിട്ട് പാർട്ടി ഓഫീസ് പണിത നേതാക്കൾക്ക് കോടതി നിയമവും അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകും. സഹകരണ മേഖലയെ തകർത്ത ഇത്തരം കള്ളന്മാരെയും രാഷ്ട്രീയ കൊള്ളക്കാരെയും ജയിലിൽ അടച്ച് കരുവന്നൂരിലെയും കേരളത്തിലെയും മുഴുവൻ നിക്ഷേപകർക്കും അവരുടെ പണം പലിശ സഹിതം തിരികെ ഉറപ്പാക്കാൻ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുക തന്നെ വേണം.